ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വഴി കൊടുക്കുക, പാർക്കിംഗ് പാടില്ല, നിർത്തുക, നോട്ട് എ ട്രാഫിക് സൈൻ. നമ്മൾ 30 സെക്കൻഡ്സിനുള്ളിൽ ഇത് ആൻസർ ചെയ്തിരിക്കണം. ഇപ്പോൾ 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, നിർത്തുക എന്നതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നത് ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഹോൺ നിർബന്ധം, തുടർച്ചയായി ഹോൺ മുഴക്കുക, ഹോൺ നിരോധിച്ചിരിക്കുന്നു, എയർ ഹോൺ അനുവദനീയം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഹോൺ നിർബന്ധം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? കന്നുകാലികളെ നിരോധിച്ചിരിക്കുന്നു, റോഡിൽ കന്നുകാലികളിൽ ഉണ്ടാകാനുള്ള സാധ്യത, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കന്നുകാലികൾ റോഡിൽ ഉണ്ടാക്കാനുള്ള സാധ്യത. അതാണ് ആൻസർ വരുന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ക്ലിനിക്. അപ്പോൾ നമുക്ക് 20 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ്സ് ആണ് സമയം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആശുപത്രിയാണ് ഈ ട്രാഫിക് ചിഹ്നം സൂചിപ്പിക്കുന്നത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറിലായാൽ നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, പാർക്ക് ലൈറ്റ് ഓണാക്കുക, നിർത്തി ചുവന്ന ലൈറ്റ് ഓണാക്കുക, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഓണാക്കുക, ബ്രേക്ക് ലൈറ്റ് ഓണാക്കുക, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് പ്രദർശിപ്പിക്കുക. അടുത്ത ചോദ്യം, ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ കാണുന്ന അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വാർണിംഗ് ലാമ്പ്, റോഡ് സൈൻ, ഹസാർഡ് ലാമ്പ്, എൻജിൻ ബ്രേക്ക്. വാർണിംഗ് ലാമ്പ്, റോഡ് സൈൻ, ഹസാർഡ് ലാമ്പ്, എൻജിൻ ബ്രേക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വാർണിംഗ് ലാമ്പ്. ഏഴാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്നത് പോലെ തുടർച്ചയായ മഞ്ഞവരയോട് ചേർന്നുള്ള വാഹനങ്ങൾ. ഓപ്ഷൻസ്: ഇടവിട്ടിട്ടുള്ള മഞ്ഞവര കടക്കാൻ കഴിയില്ല, തുടർച്ചയായ മഞ്ഞവര മറികടക്കാൻ കഴിയില്ല, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, അത്യാവശ്യ ഘട്ടങ്ങളിൽ കടക്കാം, അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്താം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്, തുടർച്ചയായ മഞ്ഞവര മറികടക്കാൻ കഴിയില്ല, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഡേഷ് മാത്രമേ ഉപയോഗിക്കാവൂ. 4 കൂടി ഒരു ജംഗ്ഷനിൽ മുന്നോട്ട് പോകുന്നതിന്, പിൻവാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നതിന്, തിരക്കേറിയ ജംഗ്ഷനിൽ വാഹനം വേഗത്തിൽ ഓടിക്കാൻ, അടിയന്തര പാർക്കിങ്ങിനായി പ്രത്യേകിച്ച് ഹൈവേകളിലും തിരക്കേറിയ റോഡുകളിലും. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം, തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. കാരണം. ഓപ്ഷൻസ്: വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്, ഉയർന്ന ഇന്ധന ഉപയോഗം, ഉയർന്ന വാഹന വൈബ്രേഷൻ. 14 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. നമുക്ക് ടൈം ഉള്ളത് 30 സെക്കൻഡ്സ് ആണ്. അതിനുള്ളിൽ ആൻസർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. നമ്മളെ 10ാമത്തെ ചോദ്യം, ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം. ഓപ്ഷൻസ്: പച്ച പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരം, പച്ച പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പശ്ചാത്തലത്തിൽ പച്ച അക്ഷരങ്ങൾ. ഇപ്പോൾ തന്നെ നമ്മൾ 20 സെക്കൻഡ്സ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, പച്ച പശ്ചാത്തലത്തിൽ വെള്ളാക്ഷരം. നിങ്ങൾ 30 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ ചെയ്തിട്ട് പരിശീലിക്കുക. അടുത്തത് 11ാമത്തെ ചോദ്യം. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷൻസ്: വായുമർദ്ദം പരിശോധിക്കരുത്, പുകവലിക്കരുത്, വാഹനത്തിൻ്റെ ഒരു ലൈറ്റും ഉപയോഗിക്കരുത്, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 10 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ്സിനുള്ളിലാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 11ാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ എന്താണ്? പുക വലിക്കരുത് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 12ാമത്തെ ചോദ്യം നോക്കാം. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുന്നതിനിടയിൽ പുകവലി ഡേഷ്. ഡ്രൈവിംഗ് ലൈസൻസ്, സസ്പെൻഷൻ ഓർ ആകും. പിഴ മാത്രം ആകർഷിക്കാൻ കഴിയും. കുറ്റമല്ല. യാത്രക്കാർ അനുവദിച്ചാൽ പുകവലി അനുവദനീയമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ആകും. 13ാമത്തെ ചോദ്യം. ആയിരത്തി 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 129 അനുസരിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി. ഓപ്ഷൻസ്: ജെർക്കിൻ ധരിക്കുക, ഹെൽമറ്റ് ധരിക്കുക, ഷൂസ് ധരിക്കുക, കയ്യുറകൾ ധരിക്കുക. അപ്പോൾ നമ്മൾക്കിപ്പോൾ 20 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓടിക്കുന്ന വ്യക്തി നിർബന്ധമായും ഓപ്ഷൻ ബി ഹെൽമറ്റ് ധരിക്കുക. ഇനി നമ്മുടെ 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റിയർ വ്യൂ മിററിൽ എന്തെങ്കിലും ഘടിപ്പിക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുന്നത് റെഗുലേഷന് വിരുദ്ധമാണ്. അതിൻ്റെ വലിപ്പം അനുസരിച്ച് അനുവദനീയമാണ്. ഒബ്ജക്റ്റ് ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. വസ്തു മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് തടസ്സമാകുന്നില്ലെങ്കിൽ അനുവദനീയമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റെഗുലേഷന് വിരുദ്ധമാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. ഉയർന്ന ശക്തിക്കായി ഉപയോഗിക്കേണ്ട ഗിയർ. ഫസ്റ്റ് ഗിയർ, ടോപ്പ് ഗിയർ, സെക്കൻഡ് ഗിയർ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. ഉയർന്ന ശക്തിക്കായിട്ട് ഉപയോഗിക്കേണ്ട ഗിയർ ഏതാണ്? ഫസ്റ്റ് ഗിയർ ആണോ, ടോപ്പ് ഗിയർ ആണോ, സെക്കൻഡ് ഗിയർ ആണോ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നാണോ? 20 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. നമുക്ക് ടൈം 30 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഫസ്റ്റ് ഗിയർ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു പ്രത്യേക ക്ലാസ് വാഹനങ്ങൾക്കായി ഒരു പാത അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ എന്തു ചെയ്യണം? ഓപ്ഷൻസ്: ലൈനിൽ വാഹനങ്ങളില്ലെങ്കിൽ പാത ഉപയോഗിക്കാം. അടയാളം നിർദ്ദേശിച്ചാൽ മാത്രമേ ആ പാതയിൽ വാഹനം ഓടിക്കാം. ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. ആ പാതയിലൂടെ കുറച്ചു ദൂരം ഓടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. ഒരു പ്രത്യേക പാത ഉണ്ടെങ്കിൽ. അടുത്ത ചോദ്യം. റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാർക്കിംഗ് സ്ഥലത്ത് മുന്നിലുള്ള വാഹനവുമായി നേർരേഖയിലാക്കുക. കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സിഗ്നൽ നൽകുക. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം നോക്കാം. സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് ഏതാണ്? 15 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ ടൈമിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഓട്ടോമാറ്റിക് എൻഫോഴ്സ്മെൻറ്റ് ഏർപ്പെടുത്തിയ മോട്ടോർ വാഹന ഭേദഗതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2019, 2018, 2017, 2020. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2019 മോട്ടോർ വാഹന ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. റോഡ് അടയാളങ്ങൾ എന്നാൽ? ഓപ്ഷൻസ്: റോഡ് ഉപരിതലത്തിൽ മാത്രം കാണുന്ന അടയാളങ്ങൾ, എല്ലാത്തരം സൈൻ ബോർഡുകളിലും അടയാളങ്ങൾ, റോഡ് ഉപരിതലത്തിൽ അടയാളപ്പെടുത്തുന്നതും എല്ലാ തരത്തിലുള്ള സൈൻ ബോർഡുകളും അടയാളങ്ങളും ഉൾപ്പെടുന്നവ, റോഡിൻ്റെ ക്യാരേജ് വേ, കേബുകൾ, അതിനോട് ചേർന്നുള്ള വസ്തുക്കളിൽ വരക്കുന്നതോ
ഘടിപ്പിക്കുന്നതായ റോഡ് അടയാളങ്ങൾ ഒഴികെയുള്ള പാറ്റേണുകൾ, വാക്കുകൾ എന്നിവയൊക്കെയാണ് റോഡ് അടയാളങ്ങൾ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേഗപരിധി ലംഘിച്ച് ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് 5000 രൂപ പിഴ, 4000 രൂപ പിഴ, 3000 രൂപ പിഴ, 1500 രൂപ പിഴ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ളത് 20 സെക്കൻഡ്സ് കൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്പീഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാനും ആൻസർ ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 4000 രൂപ. അടുത്ത ചോദ്യം, ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിന് ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിങ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വായിക്കാൻ ഈ 30 സെക്കൻഡ്സ് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓപ്ഷൻസ് നോക്കുക, ആൻസർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മദ്യപിച്ചോ വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കരുത്. അടുത്തത്, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എത്രയാണ്? 3 വർഷം. നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന് സമാനം 10 വർഷം, 5 വർഷം. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 വർഷം. 25ാമത്തെ ചോദ്യം, സ്റ്റേജ് ക്യാരേജുകൾ, ടിപ്പർ ലോറികൾ, ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ഡംപറുകൾ, ടാങ്കറുകൾ, അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്നിവയുടെ വേഗത നിയന്ത്രണ ഉപകരണത്തിൽ സജ്ജീകരിക്കേണ്ട പരമാവധി വേഗത എത്രയാണ്? മണിക്കൂറിൽ 50, മണിക്കൂറിൽ 60, മണിക്കൂറിൽ 70, മണിക്കൂറിൽ 80. ഇത് മണിക്കൂറിൽ 60 കിലോമീറ്ററാണ് ആൻസർ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് തെളിയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? എഞ്ചിനിൽ നിന്നുള്ള ശബ്ദം ശരിയാണെങ്കിൽ തുടരുക. ഇതൊരു താൽക്കാലിക വൈദ്യുത തകരാർ മാത്രമാണെന്ന് കരുതുക. സമയമുള്ളപ്പോൾ പ്രശ്നം കൈകാര്യം ചെയ്യുക. പ്രശ്നം വേഗത്തിലും സുരക്ഷിതത്തിലും കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ പരിശോധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനൊരു മുന്നറിയിപ്പ് ലൈറ്റ്, ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ ഒരു മുന്നറിയിപ്പ് ലൈറ്റ് തെളിയുന്നെങ്കിൽ നിങ്ങൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രശ്നം വേഗത്തിലും സുരക്ഷിതത്തിലും പരിശോധിക്കുക. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നിശബ്ദ മേഖലകളിൽ നിങ്ങൾ ഹോൺ മുഴക്കരുത്. നിങ്ങൾ മൾട്ടി ടോണുള്ള ഹോൺ ഉപയോഗിക്കരുത്. അനാവശ്യ ശബ്ദം ഉണ്ടാക്കി വാഹനം ഓടിക്കരുത്. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 3 കാര്യങ്ങളും ശരിയാണ്. ഇനി നിശബ്ദ മേഖലകളിൽ ഹോൺ മുഴക്കരുത്, മൾട്ടി ഹോൺ ഉപയോഗിക്കരുത്, ശബ്ദമുണ്ടാക്കി വാഹനം ഓടിക്കരുത്. ഇതാണ് ആൻസർ. അടുത്തത്, നിങ്ങളുടെ വാഹനത്തിൽ തീ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ വാഹനം റോഡിൻ്റെ വശത്തേക്ക് മാറ്റുക. എഞ്ചിനും എല്ലാ ഇലക്ട്രിക് സ്വിച്ചുകളും ഓഫാക്കി എല്ലാ യാത്രക്കാരെയും ഇറക്കി തീ അണക്കാൻ ശ്രമിക്കുക. വെള്ളം ഒഴിച്ച് തീ കെടുത്തുക. ഉടനെ വാഹനം റോഡിൻ്റെ വശത്തേക്ക് മാറ്റുക, എഞ്ചിൻ ഓഫ് ചെയ്യുക. പിന്നെ അഗ്നിശമന സേനയെ വിളിക്കുകയല്ലാതെ ഒന്നും ചെയ്യരുത്. അഗ്നിശമന സേന വരുന്നത് വരെ വാഹനം റോഡിൽ ഇടുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ വാഹനം ഒരു കാൽനട യാത്രക്കാരനെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം പോകുക. വ്യക്തിയെ സഹായിക്കുക. ആംബുലൻസിനെ വിളിക്കുകയും ചെയ്യുക. പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക. സ്വയം പരിചയപ്പെടുത്തുക. തുടർന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല, എങ്കിൽ ഒന്നുമല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക, സ്വയം പരിചയപ്പെടുത്തുക, തുടർന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ നിങ്ങളെ വെട്ടിച്ച് മറികടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ഹോൺ മുഴക്കണം, വേഗത വർദ്ധിപ്പിക്കണം, വേഗത കുറച്ച് സുരക്ഷിതമായ അകലം സൂക്ഷിക്കണം, നിങ്ങളുടെ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യണം. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. വേഗത കുറച്ച് സുരക്ഷിതമായ അകലം സൂക്ഷിക്കുക. മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ വെട്ടിച്ച് മറികടന്നാൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.